Hi all, welcome to Learnwise. Learnwise-ലേക്ക് ഏവർക്കും സ്വാഗതം. സോ 39th കോൺവോക്കേഷൻ ഇഗ്നുവിന്റെ 39ാമത്തെ കോൺവോക്കേഷന്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ലേണേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഒരുപക്ഷെ ഇനിയും കോൺവോക്കേഷനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ വളരെ ചുരുക്കം വാക്കുകളിൽ എന്താണ് ഇഗ്നുവിനെ സംബന്ധിച്ച് കോൺവോക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചും കോൺവോക്കേഷൻ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണെന്നുള്ളത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ പറയാം. നമ്മൾ 3 വർഷത്തെ ഡിഗ്രിയും അതുപോലെ തന്നെ 2 വർഷത്തെ PG എല്ലാം തന്നെ പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന മൊമെന്റിൽ നമ്മൾക്ക് അർഹമായിട്ടുള്ള ആ ഡിഗ്രി തരുന്ന അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ തരുന്ന ആ സർട്ടിഫിക്കറ്റ് തരുന്ന സെറിമണിയാണ് കോൺവോക്കേഷൻ. സോ എല്ലാ കോളേജിനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചും കോൺവോക്കേഷൻ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇവന്റ് തന്നെയാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് കോൺവോക്കേഷൻ എത്രത്തോളം വലിയൊരു ഇവന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോ 39ാമത്തെ കോൺവോക്കേഷനിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എവിടുന്നായിരിക്കും കോൺവോക്കേഷൻ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ ഇഗ്നോ കോൺവോക്കേഷനെ പറ്റി അറിയുന്നതിനായിട്ടും എസ്പെഷ്യലി 39th കോൺവോക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ നമുക്കൊട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. 39ാമത്തെ കോൺവോക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അതിൽ ആർക്കൊക്കെ ഭാഗമാവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് ഇഗ്നോയിൽ ഒരു കോഴ്സ് ചെയ്തു എന്നുള്ളത് കൊണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ PG ക്ലിയർ ചെയ്തു എന്നതുകൊണ്ടോ നമുക്ക് ഈ ഒരു ഇഗ്നോ കോൺവോക്കേഷന്റെ ഭാഗമാവാൻ സാധിക്കുന്നതല്ല. 39ാമത്തെ കോൺവോക്കേഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളത് ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി തങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ പേപ്പറും ഒരു കോഴ്സിൽ ഞാനിപ്പം BA പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ എന്റെ 3 വർഷം BA പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ പേപ്പേഴ്സും ഞാൻ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനോട് കൂടിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ വരുന്ന 39th കോൺവോക്കേഷന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനോട് കൂടി തങ്ങളുടെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തിട്ടുള്ള അല്ലെ തങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗ്രേഡ് കാർഡിൽ എല്ലാ വിഷയങ്ങൾക്കും പാസ്ഡ് എന്ന് വന്നിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു കോൺവോക്കേഷൻ 39th കോൺവോക്കേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതിന്റെ ഭാഗമാകാവുന്നതാണ്. സോ ഒരിക്കൽ കൂടെ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെയും ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെയും തങ്ങളുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലേണേഴ്സിനാണ് 39th കോൺവോക്കേഷനിൽ ആ ഒരു ഇവന്റിന്റെ ഭാഗമാവാൻ സാധിക്കുക. ഇനി മറ്റൊരു ചോദ്യം വന്നേക്കാം, അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഇവന്റിന്റെ ഭാഗമാവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇഗ്നോ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലേണേഴ്സ് ആണ് ഓരോ റീജിയണൽ സെന്ററിൽ ഓരോ വർഷവും പാസ് ഔട്ട് ആവുന്നത്. സോ എല്ലാ ലേണേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇവന്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കറന്റ്ലി ഇഗ്നോ കോൺവോക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത് അതാത് റീജിയണൽ സെന്റേഴ്സിലാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വടകര, കൊച്ചിൻ, തിരുവനന്തപുരം ഈ 3 റീജിയണൽ സെന്റേഴ്സിലായിട്ടാണ് കോൺവോക്കേഷൻ ഹാപ്പൻ ചെയ്യാറ്. സോ ഈ 3 ഇടത്തേക്കും എത്രത്തോളം ലേണേഴ്സിന് ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് അവരുടേതായുള്ള ഒരു നമ്പേഴ്സ് ഉണ്ടാവും. സോ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ഒരു നിശ്ചിത നമ്പർ ഓഫ് ലേണേഴ്സിന് കൃത്യമായിട്ടുള്ള ഇമെയിൽ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ പോവുകയും ആ ഇൻവിറ്റേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ റീജിയണൽ സെന്ററിൽ ഈ ഇവന്റ് ഒക്കെ തന്നെ ഇൻ പേഴ്സൺ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിന്റെ ഭാഗമാവാനും സാധിക്കുള്ളൂ. പക്ഷേ കോൺവോക്കേഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് അവിടെ ഇവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളത്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് കോൺവോക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ളത് ഷുവർ ആണ്. അതിൽ ആർക്കൊക്കെ ഇൻ പേഴ്സൺ റീജിയണൽ സെന്ററിൽ പോയിട്ട് ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഇൻവിറ്റേഷൻ വരണം. അല്ലാത്തവരെ സംബന്ധിച്ച് ആ ഇവന്റ് കഴിഞ്ഞ ശേഷം കോൺവോക്കേഷൻ ഫെബ്രുവരി 2026 കണ്ടക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫെബ്രുവരി 2026 കഴിഞ്ഞ ശേഷം വിത്തിൻ വീക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഇവന്റിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺവോക്കേഷൻ ഇൻ പേഴ്സൺ അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ ഇൻവിറ്റേഷൻ കിട്ടുന്നവർക്കാണ് അതാത് റീജിയണൽ സെന്റേഴ്സിലെ ഫംഗ്ഷനിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അവോർഡ് ചെയ്യുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. അത്രയേ വ്യത്യാസമുള്ളൂ. സോ ഇതിനോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആർക്കൊക്കെ പങ്കെടുക്കാം, അതുപോലെ തന്നെ എപ്പോഴാണ് കോൺവോക്കേഷൻ നടക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ എവിടെ വെച്ചാണ് കോൺവോക്കേഷൻ നടക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത വന്നതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടതും അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കോൺവോക്കേഷനിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ അതുപോലെ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി തങ്ങളുടെ കോഴ്സ് ക്ലിയർ ചെയ്തവർ അതാത് റീജിയണൽ സെന്റേഴ്സിൽ പോയിട്ടാണ് കോൺവോക്കേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ അതിന്റെ പ്രൊസീജിയർ എന്താണ്?
സോ കൃത്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് എത്രത്തോളം എലിജിബിൾ ലേണേഴ്സ് ആണ് അതാത് റീജിയണൽ സെന്റേഴ്സിൽ കോൺവൊക്കേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതിൽ നിന്ന് എത്രത്തോളം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യവും അതാത് റീജിയണൽ സെന്റേഴ്സിന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയറും അധികം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല, കഷ്ടിച്ചൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ. സോ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് പോർട്ടലും ഉണ്ട് ഇഗ്നോന്. സോ ആ ഒരു പോർട്ടലിൽ പോയിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് എല്ലാവർക്കും അത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളിപ്പം എലിജിബിൾ ആയിട്ടുള്ള ലേണർ ആണ്, ഈ ഒരു കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ എല്ലാവിധ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് കോൺവൊക്കേഷൻ 39ാമത്തെ കോൺവൊക്കേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾക്ക് ഇഗ്നോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 അഡ്മിഷൻ സൈക്കിൾസ് ഉണ്ട്. ജനുവരി അതുപോലെ തന്നെ ജൂലൈയിൽ 2 എക്സാം സൈക്കിൾ ഉണ്ട്, ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും. പക്ഷെ കോൺവൊക്കേഷനിലേക്ക് വരുമ്പം ഒരൊറ്റ കോൺവൊക്കേഷൻ ആണ് ഇഗ്നോ ഒരു വർഷം കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് 2 ബാച്ചിൽ അതിന് മുമ്പ് തൊട്ട് മുമ്പ് നടന്ന എക്സാം പോസിബിൾ ആയിരിക്കില്ല, കാരണം റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോഴേക്കും. അതിന് മുമ്പ് ഉള്ള ഇപ്പം ഏറ്റവും റീസെന്റ് ആയി നടന്ന എക്സാമിന് മുമ്പുള്ള 2 സൈക്കിളിലെ എക്സാം സൈക്കിളിലെ ലേണേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ഒരു കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. സോ എത്രത്തോളം ലേണേഴ്സ് ആണ് 2 ബാച്ചുകളിലായിട്ട് അതാത് റീജിയണൽ സെന്റേഴ്സിൽ എലിജിബിൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ അത്രയും അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇഗ്നോനെ സംബന്ധിച്ച് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ കാണുന്നതിൽ തന്നെ ഒരുപക്ഷെ മുമ്പ് ബാച്ചുകളിലൊക്കെ ആയിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സ് ഉണ്ടാവും. അതായത് 2023 ഡിസംബറിലും 2024 ജൂണിലും ഒക്കെ ആയിട്ട് തന്നെ പഠിച്ചിറങ്ങിയ ലേണേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെ ഒരുപക്ഷെ ആ സമയത്ത് കോൺവൊക്കേഷനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇനിയും ലഭിക്കാത്ത ലേണേഴ്സ് ഇതിൽ ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഓൾഡ് കോൺവൊക്കേഷൻ അല്ലെങ്കിൽ മുമ്പത്തെ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ലേണേഴ്സിന് സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാനും, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് എത്തുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കോൺവൊക്കേഷൻ ഇല്ല എന്ന് കരുതിയത് കൊണ്ട് അല്ലെങ്കിൽ കോൺവൊക്കേഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി ആർക്കും തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കില്ല. ആ ലിങ്കിൽ പോയി കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് എത്തുന്നതായിരിക്കും. സോ രജിസ്ട്രേഷന്റെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് എല്ലാ ലേണേഴ്സിനോടും പറയാനുള്ളത്, എസ്പെഷ്യലി എലിജിബിൾ ആയിട്ടുള്ള ലേണേഴ്സ് അതുപോലെ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ലേണേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം, കോൺവൊക്കേഷൻ എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രീം ഒക്കെ തന്നെ ഫുൾഫിൽ ആവുന്ന ആ ഒരു മൊമെന്റ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. സോ കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരുന്നേ ഇല്ല. എന്തായാലും രജിസ്റ്റർ ചെയ്യണം, കാരണം സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അതിന്റെ ഒപ്പം തന്നെ അത്യാവശ്യം സ്കോറോട് കൂടിയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റീജിയണൽ സെന്ററിൽ പോയി ആ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനും അതിൽ നിന്ന് ആ ഒരു ഇവന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം തന്നെ കിട്ടുന്നതുമായിരിക്കും. സോ ഒരിക്കലും കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാതെ പോകരുത്, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ പാർട്ടിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾക്ക് കോൺവൊക്കേഷൻ ആയിട്ട് ഒരു പോർട്ടൽ ഉണ്ട്. സോ ആ പോർട്ടലിൽ ലഭിക്കുന്നതിനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഇഗ്നോ കോൺവൊക്കേഷൻ അല്ലെങ്കിൽ ഇഗ്നോ 39th കോൺവൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പോർട്ടലിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രജിസ്റ്റേർഡ് സ്റ്റുഡന്റ് ലോഗിനിൽ എൻറോൾമെന്റ് നമ്പർ കൊടുത്തും പാസ്വേഡ് കൊടുത്തും ക്യാപ്ച കൊടുത്തും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കോൺവൊക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നേരെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് കയറാൻ സാധിക്കും. പക്ഷെ ആദ്യമായി കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന ലേണറെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്റ്റുഡന്റ് ലോഗിൻ ഉണ്ടാവും, എല്ലാവിധ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറാനുള്ള ഡീറ്റെയിൽസും മറ്റു ഡീറ്റെയിൽസും എല്ലാം തന്നെ ഉണ്ടെങ്കിലും കോൺവൊക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ മസ്റ്റ് ആണ്. സോ ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ ന്യൂ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ. സോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇവിടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വെരിഫൈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ആ സമയത്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ നെയിമും ഈ ഒരു സൈഡിലായിട്ട് വിസിബിൾ ആവും. എൻറോൾമെന്റ് നമ്പറിന്റെ താഴെയായിട്ട് നെയിം വരും. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടതുണ്ട്. 2 പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. 2 പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ച്വൽ പാസ്വേഡും അത് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിനായിട്ട് 2 വട്ടം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ക്യാപ്ചയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അക്കൗണ്ട് റെഡിയാവും. കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ അതല്ല, അത് കഴിഞ്ഞ് കിട്ടുന്ന ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് വേണം നമ്മൾ കോൺവൊക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അവിടെ കൊടുക്കുന്ന എൻറോൾമെന്റ് നമ്പറും നമ്മൾ അവിടെ കൊടുക്കുന്ന നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ. സോ ഇത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട്. ആ പ്രൊഫൈലിൽ കയറി വേണം നമ്മൾ
കോൺവൊക്കേഷന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക, വെരിഫൈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, എൻറോൾമെന്റ് നമ്പറിന്റെ താഴെയായിട്ട് നെയിമും മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വരും. അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡും സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ റൈറ്റിൽ കാണാൻ സാധിക്കും ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻറോൾമെന്റ് നമ്പറും കൃത്യമായുള്ള പാസ്വേഡും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്ചയും കൂടെ കൊടുക്കണം. ക്യാപ്ചയും കൂടെ കൊടുത്താൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷനിലേക്ക് കടക്കാൻ സാധിക്കും. സോ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്യാപ്ച അടിച്ചുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്യാണ്. കാണാൻ സാധിക്കുന്നില്ലേ, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ആണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിൽ മൊബൈൽ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ, നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയും എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ താഴെയായിട്ട് ഒരു ചോദ്യം നമുക്ക് കാണാം, വെദർ വില്ലിംഗ് ടു അറ്റൻഡ് ദ കോൺവൊക്കേഷൻ അറ്റ് റീജിയണൽ സെന്റർ ഓർ ഹെഡ് ക്വാർട്ടർ. ഞാൻ പറഞ്ഞു റീജിയണൽ സെന്റേഴ്സിൽ നിന്ന് തന്നെയാണ് കോൺവൊക്കേഷൻ ഹാപ്പൻ ചെയ്യാറ്. സോ കോൺവൊക്കേഷൻ അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റീജിയണൽ സെന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് അതാത് റീജിയണൽ സെന്റേഴ്സ് ഇൻഫോം ചെയ്യാറുണ്ട്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഇൻ പേഴ്സൺ ആയിട്ട് നമ്മൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ്. സോ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് കൊടുക്കാം. ഏത് റീജിയണൽ സെന്ററിലാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള താഴെ എഴുതി കാണിക്കും. ഇനി എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ മറ്റൊരിടത്താണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഇൻ പേഴ്സൺ ആയിട്ട് കോൺവൊക്കേഷൻ റീജിയണൽ സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആ കോൺവൊക്കേഷന്റെ ഡേറ്റ് കഴിഞ്ഞ ശേഷം, ഇപ്പൊ നിങ്ങൾ വേറൊരു കാര്യം കൂടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് നേരത്തെ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം പലർക്കും ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ കോൺവൊക്കേഷന്റെ ഡേറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇൻ പേഴ്സൺ ആയി പോയി കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ അന്ന് കിട്ടും. ഇനി ഇൻ പേഴ്സൺ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ കോൺവൊക്കേഷന്റെ ഡേറ്റ് കഴിഞ്ഞ് കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിലാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് അവർ അയച്ചു തരിക. നേരത്തെ ഇപ്പം ഡിസംബറിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഡിസംബറിലോ ജനുവരിയിലോ ആയിട്ട് സർട്ടിഫിക്കറ്റ്സ് കിട്ടില്ല. കോൺവൊക്കേഷന്റെ ശേഷം മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ്സ് മെയിൽ ചെയ്യുക, പോസ്റ്റലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. ആ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാമെന്ന് കരുതി. സോ നമ്മൾ കോൺവൊക്കേഷൻ ഇൻ പേഴ്സൺ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, മെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യുന്നത്. സോ ഇവിടെ എന്റെ ഈ പ്രസന്റ് അഡ്രസ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ് കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള വ്യത്യസ്ത ബോക്സുകൾ ഉണ്ട്. സോ അതിൽ വീട്ടുപേര്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഓഫീസ്, അതിനൊപ്പം തന്നെ കൃത്യമായുള്ള പിന്നും സിറ്റിയും സ്റ്റേറ്റും ഒക്കെ തന്നെ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് എവിടെയാണോ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത്, ഏത് അഡ്രസ്സിലാണോ ലഭിക്കേണ്ടത് ആ അഡ്രസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. നിങ്ങൾ അടുത്തൊരു 6 മാസം ഒരിടത്താണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെ ആ ഒരു അഡ്രസ് ആണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നിടത്തെ അല്ലെ നിങ്ങളുടെ പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ് കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് എത്താൻ കുറഞ്ഞ ആഴ്ചകൾ എടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ആ ഒരു ടൈമിൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സിലേക്ക് തന്നെയാണ് അത് വരുന്നത് നമുക്ക് ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഈ ഒരു പെർമനന്റ് അഡ്രസ് ഒക്കെ തന്നെ കൊടുക്കാൻ പറയുന്നത്. ഇനി അഥവാ മേലെ കൊടുത്തിരിക്കുന്ന അതേ അഡ്രസ് തന്നെയാണ്, ഞാൻ പറഞ്ഞു മേലത്തെ കോളത്തിൽ നമുക്ക് അഡ്രസ് കാണാൻ സാധിക്കും, ആ സെയിം അഡ്രസ് തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ല അതാണ് നിങ്ങളുടെ അഡ്രസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മേലത്തെ സെയിം അഡ്രസ് തന്നെ താഴേക്കും കോപ്പി ആയിട്ട് വരും. ഓക്കെ. ആൻഡ് ഇനി അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് നമ്മുടെ ഇഗ്നു ഐ ഡി കാർഡാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇഗ്നു ഐ ഡി കാർഡ് നമ്മൾക്ക് സ്റ്റുഡന്റ് പോർട്ടലിൽ നിന്നൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഉണ്ടാവും. സോ അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്. സോ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക, സേവ് ആൻഡ് ജനറേറ്റ് പേയ്മെന്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും നേരം പറഞ്ഞതിൽ ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് ഫ്രീ ആണോ എന്നുള്ളത്. ഫ്രീ അല്ല, നമ്മൾക്ക് ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്ക് വരുമ്പോൾ കോൺവൊക്കേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ 600 രൂപയോളം പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും കോൺവൊക്കേഷന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിൽ ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരു ഫീസ് ആയിട്ട് തന്നെ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് റീജിയണൽ സെന്ററിൽ പരിപാടി അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ഫീസാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സേവ് ആൻഡ് ജനറേറ്റ് പേയ്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അപ്പൊ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ്സ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഫീ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതും ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺവൊക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയി. ബാക്കി രജിസ്ട്രേഷൻ പാർട്ടിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും തന്നെ ചെയ്യാനില്ല. പിന്നെ അത് സംബന്ധിച്ചുള്ള ഇന്റിമേഷൻ ഒക്കെ തന്നെ മെയിൽ ത്രൂ ആണ് ഇഗ്നു അറിയിക്കുക. അപ്പൊ നിങ്ങൾ ഇൻ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റീജിയണൽ സെന്ററിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് മെയിൽ വരും. നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന വെന്യൂലേക്ക് എത്താവുന്നതാണ്. ഇപ്പൊ എല്ലാം റീജിയണൽ സെന്റേഴ്സും സ്വന്തമായി തന്നെ കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ അവരുടെ തന്നെ കോമ്പൗണ്ടിലാണ് കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യാറ്. അത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ 100 കണക്കിന് അല്ലെങ്കിൽ ഒരു 1000 കണക്കിന് ലേണേഴ്സ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരു
പരിപാടിയാണ് തിരുവനന്തപുരത്തെ ഇഗ്നോ കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് റീജിയണൽ സെന്റേഴ്സിനെ സംബന്ധിച്ച് അതിൽ വ്യത്യാസം ഉണ്ടായെന്നിരിക്കാം. എങ്ങനെയാണെങ്കിലും എവിടെയാണ് വരേണ്ടത്, എത്ര മണിക്ക് വരണം, എന്നാണ് വരേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇഗ്നോന്റെ ഭാഗത്തുനിന്ന്, അതായത് റീജിയണൽ സെന്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അറ്റൻഡ് ചെയ്യേണ്ട ലേണേഴ്സിന് മെയിൽ വരികയും ആ ഒരു ഡേറ്റ് കഴിഞ്ഞ ശേഷം വിത്തിൻ വീക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് നമ്മളിലേക്ക് കൃത്യമായി നമ്മൾ കൊടുത്ത പോസ്റ്റൽ അഡ്രസ്സിൽ എത്തുകയും ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമൊക്കെയാണ് നമ്മളുടെ 39 കോൺവൊക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, അതിന്റെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. എങ്ങനെ എത്രയും ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഈ രീതിയിൽ തന്നെ എല്ലാവരും എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാവരും തന്നെ കോൺവൊക്കേഷനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ആൻഡ് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. സോ ഇതുപോലത്തെ ഇഗ്നോ റിലേറ്റഡ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ടും ഇനി ലേൺവൈസിന്റെ ഫീച്ചേഴ്സ് അറിയുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ലേൺവൈസിനെ പറ്റി ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെ. സോ എത്രയും പെട്ടെന്ന് വീഡിയോസ് ഒക്കെ തന്നെ കാണുക. ബാക്കി ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്നുകിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ ചെയ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതും വാട്സാപ്പിലെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ഭാഗമാണെന്നുള്ളതും എൻഷുർ ചെയ്യുക. സോ മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും